പറക്കുംതളിയ UFO എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതിന്റെ വീഡിയോകൾ കാണാനായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. പക്ഷേ ഈ വീഡിയോസിനോടൊപ്പം തന്നെ ഒരുപാടധികം ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ആ പഠനം അതേപോലെ തന്നെ ഇപ്പോൾ ഗവൺമെന്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഇത്ര നാളും വെറും കോൺസ്പിറസി തിയറി മാത്രമാണ് എന്ന് വിശ്വസിച്ചിരുന്ന പറക്കുംതളികൾ എങ്ങനെയാണ് പറക്കുന്നത്, അതിനെപ്പറ്റിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊക്കെയാണ് ഗവൺമെന്റ് ഇപ്പൊ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏകദേശം 100ഓളം പേജ് വരുന്ന ഒരു വലിയ PDF ആണ് ഇത്. അപ്പോ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് ഞാൻ സമ്മറൈസ് ചെയ്ത് തരാം. ഈ ഒരു പഠനം നടത്തിയിരിക്കുന്നത് ഫ്രാൻസിലുള്ള സയന്റിസ്റ്റുമാരാണ്. പക്ഷേ അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വെബ്സൈറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പെന്റഗന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലത്തെ ആദ്യത്തെ പേജിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു PDF ഫയലാണിത്. ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടധികം പ്രിന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളും കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ കൈയെഴുത്തിന്റെ ഫോട്ടോഗ്രാഫും കാണാൻ കഴിയും. ഈ ഒരു ഫയൽ, അതായത് ഈ ഒരു പഠനം നടത്തിയിരിക്കുന്നത് ഒരുപാടധികം സയന്റിസ്റ്റുമാരും മിലിറ്ററി ഓഫീഷ്യൽസും പൈലറ്റുമാരും എഞ്ചിനീയേഴ്സും അങ്ങനെ വളരെയധികം വെൽ റെസ്പെക്ടഡ് ആയിട്ടുള്ളതും വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് നടത്തിയിരിക്കുന്നത്. ഈ ഡോക്യുമെന്റിന്റെ പേര് തന്നെ UFO ആൻഡ് ഡിഫൻസ് എന്നാണ്. പക്ഷേ ഈ ഫയൽ ഇപ്പോൾ ഫേമസ്ലി അറിയപ്പെടുന്നത് കൊമറ്റ ഫയൽസ് എന്നാണ്. ഈ ഒരു പെർട്ടിക്കുലർ പേര് ഈ ഒരു ഫയലിന് കൊടുക്കാൻ ഒരു കാര്യമുണ്ട്. അതായത് ഒരു 100 പറക്കുംതളികളുടെ കേസ് കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് വെറും 6% കേസുകൾ മാത്രമാണ് നമുക്ക് എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു കാറ്റഗറിയിൽ പെടുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒരു ചുരുക്കം ചെറിയ കേസുകൾ മാത്രമാണ് ശരിക്കും റിയൽ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിക്കും ഒരു ഹോക്സ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഇൻസിഡന്റ് ആയിരിക്കാം. എന്നാൽ ഇവർ നടത്തിയ ഈ ഒരു പഠനത്തിലൂടെ വളരെയധികം വെൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരുപാടധികം പറക്കുംതളികളുടെ കേസുകളുണ്ട്. എന്നാൽ ഇത്തരം കേസുകളെല്ലാം അത് എന്താണ് എന്നുള്ളത് മിലിറ്ററിക്കോ സയന്റിസ്റ്റുമാർക്കോ എഞ്ചിനീയർമാർക്കോ പൈലറ്റുമാർക്കോ ആർക്കും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളെല്ലാം വളരെയധികം സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ പുറത്തേക്ക് വരുന്നത്. സംഭവം വേറൊന്നല്ല, നമ്മൾക്ക് എന്തെന്നറിയാൻ പാടില്ലാത്ത ഒരു ടെക്നോളജിയോ എന്തോ ഒരു സംഭവം നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുക. അതെന്താണെന്ന് നമുക്കറിയില്ല, അതെങ്ങനെയാണ് പറക്കുന്നതെന്ന് നമുക്കറിയില്ല, ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ത്രെട്ട് തന്നെയാണ്. അതായത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഈ ഒരു സംഭവത്തേക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇവർ തയ്യാറാക്കിയ ഈ ഒരു റിപ്പോർട്ടിലൂടെ ഇത്തരം കാര്യങ്ങളെല്ലാം ഡിഫൻസ് വളരെയധികം ഗൗരവമായിട്ട് എടുക്കണം എന്ന് പറയുന്നത്. അതോടൊപ്പം വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു ഫയലിൽ പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഒരു സംഭവമില്ല, പറക്കുംതളി എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, അത് ഒരു അന്യഗ്രഹ ജീവികളുടെ ആണ് എന്നുള്ളൊരു കാര്യം കംപ്ലീറ്റ്ലി തള്ളിക്കളയാൻ പറ്റില്ല എന്ന് ഈ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിൽ പറയുന്നുണ്ട്. ഇത്രയും പഠനങ്ങളെല്ലാം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലോകമെമ്പാടും നടത്തി വന്നിട്ടും ഇതൊക്കെ ഇത്രയും നാൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് പുറം ലോകം അറിയാണ്ട് വച്ചിരുന്നു എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്. ഇത് ഒരു ഇൻഡിപെൻഡന്റ് സയന്റിസ്റ്റോ ഒരു ഇൻഡിപെൻഡന്റ് റിസർച്ചറോ ഉണ്ടാക്കിയെടുത്ത ഒരു ഫയലല്ല. ഇത് ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റുമായിട്ട് വർക്ക് ചെയ്തിട്ടിരുന്ന ആൾക്കാർ തയ്യാറാക്കിയെടുത്ത ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു റിപ്പോർട്ടാണ്. ഈ പഠനം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് വേറൊന്നല്ല, ഈ പറക്കുംതളി എന്ന് പറയുന്നത് പണ്ട് മുതലേ ആൾക്കാർ തള്ളിക്കളയുന്ന ഒരു വിഷയമാണ്. എന്നാൽ സമയം മുന്നോട്ട് പോകുന്തോറും ഒരുപാട് ആൾക്കാർ ആകാശത്ത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ കണ്ടു തുടങ്ങിയതിന്റെ ആ ഒരു റേറ്റ് കൂടി വന്നപ്പോഴാവട്ടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കാനും തുടങ്ങി. അതും ആൾക്കാർ ചോദിക്കുന്നത് വേറെ ആരോടും അല്ല, ഗവൺമെന്റിനോടാണ്. അപ്പോ ഈ ഒരു പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരുന്ന ആ ഒരു കാലഘട്ടത്താണ് ഈ ഒരു പഠനമൊക്കെ ശരിക്കും നടത്തി വന്നത്. എന്നാൽ ഇവർ ഈ ഒരു സംഭവത്തെ പറ്റി വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോഴാണ് ഇത് അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഇവർക്ക് മനസ്സിലായതും ഇത് നമ്മുടെ രാജ്യത്തുള്ള ഏവിയേഷനെയും ഡിഫൻസിനെയും സയൻസിനെയും പല കാര്യത്തെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് എന്നുള്ളൊരു കാര്യം ഇവർക്ക് മനസ്സിലായി. ഇവർ ഈ ഒരു പഠനം നടത്തുന്നതിന് വേണ്ടി ഒരുപാട് UFO കേസസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 1-2 ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. 1994 ജാനുവരി 28 ഫ്രാൻസിൽ വെച്ച് ഒരു ഫ്ലൈറ്റിന് ഉണ്ടായ ഒരു കാര്യമാണ് ഇവിടുത്തെ ആദ്യത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഫ്രാൻസ് ഫ്ലൈറ്റ് AF3532 എന്ന് പേരുള്ള ഒരു വിമാനത്തിനാണ് ഈ ഒരു സംഗതി സംഭവിച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റ് പറന്നുയർന്ന ആ ഒരു സമയത്ത് ഈ ഫ്ലൈറ്റിന്റെ അകത്തിരിക്കുന്ന ആൾക്കാരില്ല, അതിനകത്തുള്ള ക്രൂ ഇല്ലേ, അവർ ജനലിലൂടെ നോക്കുമ്പോണ്ട് എന്തോ ഒരു ഒബ്ജക്റ്റിനെ അവർ കാണുന്നു. ഈ ഒരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ സാധാരണ ഇങ്ങനെ ഒരൊറ്റ ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരുന്നില്ല.
അത് സമയം മുന്നോട്ട് പോകുന്നതോറും അതിന്റെ ഷേപ്പുകളൊക്കെ മാറി മാറി പല പല ഷേപ്പുകളാണ് ഈ ഒരു ഒബ്ജക്റ്റ് കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് എങ്ങോട്ടെന്നില്ലാണ്ട് ഡിസപ്പിയർ ആയി പോയി എന്നാണ് ഈ ഫ്ലൈറ്റിന്റെ അകത്തുള്ള ആൾക്കാർ പറയുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഈ എയർക്രാഫ്റ്റിലുള്ള ആൾക്കാരില്ല, അതായത് പൈലറ്റ്, കോ പൈലറ്റ് ഒക്കെ ഇല്ലേ, അവർ നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ATC-യുമായിട്ടായിരിക്കും, അതായത് എയർ ട്രാഫിക് കൺട്രോളറുമായിട്ടായിരിക്കും. ഇവർ തമ്മിലുള്ള സംഭാഷണത്തിലൂടെ ATC-ക്ക് ഈ ഒരു സംഭവം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയപ്പോഴാവട്ടെ ഇതിനെ പറ്റിയിട്ടുള്ള റഡാർ ഡാറ്റയും കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു സംഭവത്തെ റഡാറിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരു കാര്യം ഉറപ്പായി, അതായത് ഇവരുടെ ഒരു തോന്നൽ മാത്രമായിരുന്നില്ല ഇത് റഡാറിൽ പിടിച്ചത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്നു. ഇവർ വളരെയധികം സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് മാറുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ഇതെന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ കണ്ടത് ഒരു വെതർ ബലൂൺ ആയിരിക്കാം എന്നുള്ളൊരു കൺക്ലൂഷനാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ആദ്യം കൊടുത്തത്. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയപ്പോൾ അതൊരു വെതർ ബലൂൺ അല്ല, പകരം അത് വേറെ എന്തോ ഒരു സംഗതിയാണ് എന്നുള്ളൊരു കാര്യം ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. വേറെ എന്തോ ഒരു സംഗതി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, UFO എന്ന് പറയുന്ന ഒരു സംഭവത്തെയാണ്. അന്ന് അവർ കണ്ടത് ഒരു പറക്കുന്നിളിയാണ് എന്നുള്ളതാണ് ഫൈനൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഈ കേസ് ഈ റിപ്പോർട്ടിൽ വളരെയധികം പ്രാധാന്യപ്പെട്ട ഒരു കേസ് തന്നെയാണ്. കാരണം ഇവിടെ പൈലറ്റിന്റെ ടെസ്റ്റിമോണി ഉണ്ട്, കോ പൈലറ്റിന്റെ ടെസ്റ്റിമോണി ഉണ്ട്, റഡാർ ഡേറ്റ ഉണ്ട്, ഈ ക്രൂ മുഴുവനും ആ ഒരു സംഭവത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാടധികം തെളിവുകൾ ഈ ഒരു കേസിനുണ്ട്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് 1956 UK വെച്ച് നടന്ന ഒരു സംഭവമാണ്. ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ റഡാറിന്റെ അകത്ത് എന്തോ ഒരു സംഭവത്തെ ഇവരെല്ലാരും ഡിറ്റക്ട് ചെയ്തു. അതും ഈ ഒരു ഒബ്ജക്റ്റ് വളരെയധികം അൺയൂഷ്വൽ ആയിട്ട് തോന്നാനുള്ളതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ റഡാറിൽ നോക്കുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് വളരെയധികം വേഗത്തിലാണ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാടധികം ആൾക്കാർ ഈ ഒരു സംഭവത്തെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരെന്താണ് കണ്ടതെന്ന് വെച്ചാൽ വളരെയധികം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആകാശത്തൂടെ വളരെയധികം വേഗത്തിൽ പാസ് ചെയ്ത് പോകുന്നതായിട്ടാണ് ഇവരെല്ലാരും കാണുന്നത്. അതും ഇത് 1956 ആയതുകൊണ്ട് തന്നെ ആ കാലത്തെ ആ ഒരു ടെക്നോളജി വെച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു ഫൈറ്റർ ജെറ്റിനെ പറപ്പിച്ചു വിടുന്നു. പിന്നീട് സംഭവിച്ചത് വളരെയധികം നാടകീയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതായത് ഈ ഫൈറ്റർ പൈലറ്റിന് ഈ ഒരു സംഭവത്തെ വളരെയധികം വ്യക്തമായിട്ട് കാണാനും കഴിഞ്ഞു, ഇതിൻ്റെ അകത്തുള്ള സിസ്റ്റംസ് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാനും കഴിഞ്ഞു. പക്ഷേ ഈ ഒരു സംഭവത്തിന് ഇദ്ദേഹത്തിന് പിടിക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം വേറെ ഒന്നല്ല, ഈ ഫൈറ്റർ ജെറ്റ് പോകുന്ന ആ ഒരു വേഗത്തിലൂടെ ഈ ഒരു സംഭവം യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും അത് പെട്ടെന്നാണ് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്, പല രീതിയിലുള്ള മെനൂവറൊക്കെ ചെയ്യുന്നതും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ കാലത്തെ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു സാധനത്തിനും അങ്ങനെ പോകാൻ കഴിയില്ല. ആ കാലത്തെ എന്നല്ല, ഇപ്പൊ പോലും അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഫിസിക്സും നിയമങ്ങളൊന്നും അതിന് അനുവദിക്കില്ല. അങ്ങനെ സ്വാഭാവികമായിട്ട് ഈ ഒരു പൈലറ്റിന് ഈ ഒരു ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ ഒരു സംഭവം എങ്ങോട്ടോ പോയി പൈലറ്റിന്റെ തിരിച്ച് എയർപോർട്ടിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നു. ഇനി അടുത്ത ഇൻസിഡന്റ് നടക്കുന്നത് 1976 ടെഹ്റാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഈ ഒരു സംഭവത്തെ പറ്റി വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാനിപ്പോ ഇവിടെ മുകളിൽ കൊടുത്തേക്കാം, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. നിങ്ങൾ ആ വീഡിയോ ശരിക്കും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ആ ഒരു ഇൻസിഡന്റിന്റെ ഗ്രാവിറ്റി എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ന് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം ഒരു കോൺസ്പിറസി അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റിന്റെ അകത്തായിക്കോട്ടെ ഇതേ സംഭവം തന്നെ പറയുന്നുണ്ട്. അപ്പോ ആ പരിഹസിച്ച ആൾക്കാരൊക്കെ ഇപ്പൊ എവിടെ പോയി? ഇനി അടുത്ത കേസ് സംഭവിക്കുന്നത് 1957 വെച്ചിട്ടാണ്. ഈ കേസിന്റെ പേര് RB-47 എന്നാണ്. ഇത് നടക്കുന്നത് അമേരിക്കയിൽ വെച്ചിട്ടാണ്. സംഭവം വേറെ ഒന്നല്ല, RB-47 എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഈ ഒരു വിമാനത്തിന്റെ പേരാണ്. ഇത് ബേസിക്കലി ഒരു ബോംബർ വിമാനമാണ്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വിമാനത്തിന്റെ അകത്തുള്ള ക്രൂ ഒരു ഒബ്ജക്റ്റിനെ റഡാറിൽ പിടിക്കുന്നു. അതിനുശേഷം ഈ വിമാനത്തിന്റെ അകത്തുണ്ടായിരുന്ന ആൾക്കാർ ഈ ഒരു സംഭവത്തെ നേരിൽ കാണുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇവർ പറയുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സംഭവത്തിന്റെ മൂവ്മെന്റ് ആണ്. അതായത് ഇത് നേരെയല്ല പോകുന്നത്, വളരെയധികം റോങ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെങ്ങനെയാണ് ഈ ഒരു രീതിയിൽ പറക്കാൻ കഴിയുന്നത് എന്ന് ഈ ആർമി പ്രൊഫഷണൽസിന് മനസ്സിലാവുന്നില്ല. ഇനി അടുത്ത ഇൻസിഡൻസ് എന്ന് പറയുന്നത് 1965 1967 ഫ്രാൻസിൽ വെച്ച് നടക്കുന്നതാണ്.
നിങ്ങൾ ഈ ഒരു കേസ് വളരെയധികം ശ്രദ്ധിച്ചൊന്ന് കേട്ടുപോകുക. കാരണം ഈ ഒരു സംഭവത്തെ പറ്റി ഞാൻ ആദ്യം വായിച്ചപ്പോൾ എനിക്കതൊരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെയാണ് തോന്നിയത്. ശരിക്കും അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ പിന്നീടാണ് എനിക്ക് ആ ഒരു ബോധം തലയിലേക്ക് വരുന്നത്. ഇത് ശാസ്ത്രജ്ഞന്മാരും ഗവൺമെന്റിന്റെ അടിയിൽ പഠിച്ച ഒരു പഠനമാണ്. അപ്പോ എന്താണ് സംഭവം എന്താ വെച്ചാൽ, ഒരുപാട് ആൾക്കാർ ഒരു പറക്കുംതടിയ പോലത്തെ ഒരു സംഭവം ഒരു സ്ഥലത്ത് വന്ന് ലാൻഡ് ചെയ്യുന്നത് കാണുന്നു. എന്നിട്ട് അതിന്റെ അകത്ത് നിന്ന് ഒരുപാട് ചെറിയ ചെറിയ ആൾക്കാർ ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നു. ശരിയാണ്, ഇത് കേൾക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഈ ഫയലിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഒരുപാടധികം ഡാറ്റയും ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ പറയുന്നത് പോലെ ഈ പറക്കുംതളിയെ ലാൻഡ് ചെയ്ത ആ ഒരു സ്ഥലത്ത് എന്തോ ഒരു സംഭവം വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് മനസ്സിലാവുന്നു. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരിടത്തും എത്തുന്നില്ല. കാരണം ഇതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ അന്നത്തെ ആൾക്കാർക്കും ഇന്നത്തെ ആൾക്കാർക്കും കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നീടുള്ള സംഭവം നടക്കുന്നത് 1967 സംഭവം വേറൊന്നല്ല, ഇതിനു മുമ്പ് പറഞ്ഞ ഒരു കേസ് പോലെ വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഈ രണ്ട് പിള്ളേരും കണ്ടിരിക്കുന്നത്. അതായത് രണ്ട് പിള്ളേര് നോക്കുമ്പോണ്ട് രണ്ട് ഏലിയൻ പോലത്തെ ഒരു സംഭവം, അതെന്താണെന്നൊന്നും പറയുന്നില്ല, അങ്ങനത്തെ ഒരു സംഭവം ഒരു തിളങ്ങുന്ന ഒരു ഗ്ലോ ചെയ്യുന്ന ഒരു സ്ഫിയറിന്റെ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടു എന്നാണ് ഈ രണ്ട് പയ്യന്മാര് പറയുന്നത്. അതിനുശേഷം ഈ ഒരു സംഭവം ഒരു ഹിസ്സിംഗ് സൗണ്ട് ഉണ്ടാക്കി പറന്നുപോയി എന്നുള്ളൊരു കാര്യം ഇവരുടെ ടെസ്റ്റിമോണിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതിനെപ്പറ്റിയും വളരെയധികം നീണ്ടു നിന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിപ്പോയെങ്കിലും ഇതെന്താണ് എന്നുള്ള ഒരു കാര്യം ആർക്കും മനസ്സിലാവുന്നില്ല. ഇതോടൊപ്പം 100ഓളം കേസുകൾ ഇവർ പഠിച്ചിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് മൊത്തം തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോ പറയുന്നത്. ഇവിടെ ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊന്ന് കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ഇതേപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പറക്കുംതളികളെ കണ്ടു എന്ന് പറയുമ്പോൾ ആൾക്കാർ നിനക്ക് പ്രാന്താണ് എന്ന് പറയുന്ന ഒരു നാട്ടിലാണ് നമ്മളെല്ലാവരും ഇപ്പൊ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ് ഈ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഈ ഒരു പഠനം നടത്തിയിരിക്കുന്നത് സയന്റിസ്റ്റുമാരും എഞ്ചിനീയേഴ്സും പ്രൊഫഷണൽസും മിലിറ്ററി അങ്ങനെയുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അതെന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ശരിക്കും കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. സംഗതി പേര് പോലെ തന്നെ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം വേറെ ഒരു ഗ്രഹത്തിൽ നിന്ന് വരുന്ന ഒരു ഇന്റലിജൻസ് ആയിരിക്കാം എന്നാണ് ഈ പഠനത്തിലൂടെ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന എക്സ്പ്ലനേഷൻസിൽ ഒന്ന്. അതിന്റെ അർത്ഥം നമ്മൾ കാണുന്ന ഈ പറക്കുംതളികളിലെല്ലാം തന്നെ ഏലിയൻസ് ആണെന്നല്ല, പക്ഷേ അത് ഏലിയൻ ആയിക്കൂടാ എന്നുമില്ല. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്റർ ഡയമെൻഷണൽ ഹൈപ്പോതെസിസ് എന്ന് പറയുന്ന ഒരു സംഗതിയെ പറ്റിയിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോ അതിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, കഴിഞ്ഞ ഒരു 70-75 വർഷങ്ങൾ കൊണ്ട്, അതായത് ഒരു മനുഷ്യായുസിന്റെ ആ ഒരു കാലഘട്ടം കൊണ്ട് നമ്മൾക്കുണ്ടായ ആ ഒരു ടെക്നോളജിയുടെ വളർച്ച എന്ന് പറയുന്നത് 10 മടങ്ങായിട്ടാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 100, 200, 300 വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ കൈവശമുള്ള സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എനിക്കൊരു 50, 60, 70 വയസ്സൊക്കെ എത്തുകയാണെങ്കിൽ എൻ്റെ കൈവശമുള്ള ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടെക്നോളജിയേക്കാൾ ഫാർ ബെറ്റർ ആയിരിക്കും. അങ്ങനെ ഒരു 1000, 2000, 3000 വർഷം മുന്നോട്ട് പോയിരിക്കുക. ആ ഒരു സമയം കൊണ്ട് മനുഷ്യർ തമ്മിൽ യുദ്ധമിട്ട് തീർന്നില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിലുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പലതരത്തിലുള്ള ഡയമെൻഷനിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നോളജി ആ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിരുന്നിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ അത്തരം ടെക്നോളജി കൈവശമുള്ള ഒരു ജീവജാലങ്ങൾ അല്ലെങ്കിൽ ഒരു ഇന്റലിജൻസ് ആണ് ഈ അന്യഗ്രഹ ജീവി എന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നാൽ ആ ഒരു സംഗതി നമ്മുടെ ഈ ഒരു 3 ഡയമെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന രൂപമാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ആ ഒരു സംഭവത്തെ കാണുന്നത് ചിലപ്പോൾ നമ്മളിപ്പോ ഈ കാണുന്ന പോലെ പറക്കുംതളികളെ പോലെയൊക്കെ ആയിരിക്കും കാണുന്നത്. ഞാനിപ്പോ ഇത് വളരെയധികം ഷോർട്ട് ആയിട്ടാണ് പറഞ്ഞത്. ഇതിനെപ്പറ്റി ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കയറി കണ്ടേച്ചാൽ മതി. അതോടൊപ്പം ഈ ഒരു പഠനത്തിൽ പറയുന്ന വേറൊരു കാര്യമാണ് ഇതിനെങ്ങനെയാണ് ശബ്ദമില്ലാണ്ട് പറക്കാൻ കഴിയുന്നത് എന്നതിനെ പറ്റിയിട്ട്. ഞാൻ ഈ ഒരു സംഭവത്തെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞുതരാം.
അതായത് ഈ പറയുന്ന പറക്കുന്തളികളൊക്കെ ഇല്ലേ, അത് ട്രാവൽ ചെയ്യുന്ന വേഗത എന്ന് പറയുന്നത് ശബ്ദത്തെക്കാൾ കൂടുതൽ വേഗത്തിലാണ്. അപ്പോൾ നമ്മൾക്കറിയാവുന്ന ഒരു ടെക്നോളജി വെച്ച്, നമ്മൾക്കറിയാവുന്ന ഒരു ശാസ്ത്രം വെച്ച് ഒരു സംഗതി ശബ്ദത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് സോണിക് ബൂം എന്ന് പറയുന്ന ഒരു സൗണ്ട് ഉണ്ടാക്കും. ഈ ഒരു സംഗതി ശരിക്കും ഫിസിക്സിന്റെ ഒരു ലോ ആണ്. ഇതിനെ മറികടക്കാനായിട്ട് ഒരുപാടധികം നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനെ ഫുള്ളായിട്ട് മറികടക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ നമ്മളിപ്പോ ഈ കണ്ടുവരുന്ന പറക്കുന്തളികൾ ശബ്ദത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്, അതും യാതൊരു രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കുന്നില്ല. ഈ പറയുന്ന സോണിക് ബൂം എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ ഫിനോമിനൻ അവിടെ സംഭവിക്കുന്നില്ല. അപ്പോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഈ പഠനത്തിലൂടെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവരുടെ ടെക്നോളജി എന്താണെന്നുള്ളത് നമുക്കറിയില്ല, സിമ്പിൾ ആണ്, അതാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം ഒരുപാടധികം ശാസ്ത്രീയമായിട്ടുള്ള സജഷൻസും ഇവർ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ഒരു പ്രൊപ്പൽഷൻ ഇല്ലേ, അത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പ്രൊപ്പൽഷൻ ആയിരിക്കാം, അതുകൊണ്ടാണ് ഈ ഒരു സംഭവം പോകുമ്പോൾ ശബ്ദം കേൾക്കാത്തത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പഠനത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രൊപ്പൽഷനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ചെയ്ത ഒരു വീഡിയോ ഇല്ലേ, അതായത് ടെഹ്റാൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ഇല്ലേ, ആ വീഡിയോയുടെ അകത്ത് ഇവിടെ ഈ ഒരു ജെറ്റ് ഉണ്ടായിരുന്നു. ആ ജെറ്റ് ഈ പറക്കുന്തളിയുടെ അടുത്ത് എത്തിയപ്പോഴത്തേനും ഈ ജെറ്റിന്റെ അകത്തുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് മുഴുവനും ഓഫായി പോകുന്ന അല്ലെങ്കിൽ മാൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫൈറ്റർ ജെറ്റ് ഈ പറക്കുന്തളിയുടെ അടുത്തുനിന്ന് വിട്ടു പോയി കഴിയുമ്പോൾ ഈ ഫൈറ്റർ ജെറ്റ് നോർമൽ ആയിട്ടാണ് പറക്കുന്നത്, ഒരു തരത്തിലുള്ള ഇലക്ട്രിക്കൽ മാൽ ഫങ്ഷനും ഇല്ല. ഇതിന്റെ അടുത്ത് എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് അവിടെ ഇലക്ട്രിക്കൽ മാൽ ഫങ്ഷൻ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ ഒരു പറക്കുന്തളിയെ പറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിസിബിൾ പ്രൊപ്പൽഷൻ ഇല്ല, അതിന് പ്രത്യേകിച്ച് ചിറകുകളോ ഒരു ഫാനോ ഒരു ജെറ്റോ അങ്ങനത്തെ ഒരു സംഭവം കാണാൻ കഴിയുന്നില്ല, ഒരു തുള്ളി ശബ്ദം പോലും അത് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്ന ആ ഒരു പഠനത്തിൽ ചിലപ്പോ ഇവർ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രൊപ്പൽഷൻ ആയിരിക്കാം ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത് ഒരു തിയറി മാത്രമാണ്, നമ്മൾക്ക് ആ ഒരു ടെക്നോളജി ആക്സസ് ഇല്ല. പിന്നെയുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഇതിന് ഗ്രാവിറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതി ആയിരിക്കാം. അതിന്റെ കാരണം വളരെയധികം സിമ്പിൾ ആണ്. അത് ഞാനിപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഇപ്പോ ഇവർ ഈ കാണുന്ന ഒരു പറക്കുന്തളിയില്ലേ, അതിന്റെ അകത്ത് നമ്മളെ പിടിച്ചിരുത്തിയെന്ന് വിചാരിക്കാം. എന്നിട്ട് ഈ പറക്കുന്തളികൾ പറക്കുന്ന രീതിയിലൊക്കെ പറപ്പിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യും, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും, പെട്ടെന്ന് ഡയറക്ഷൻ മാറും, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഈ സംഭവം നടത്തിയെന്ന് വിചാരിക്കാം. ഈ പറക്കുന്തളികൾ ഇത്തരം രീതികളിൽ പറക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ അകത്തുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വളരെയധികം എക്സ്ട്രീം ആയിരിക്കും. ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ നമ്മൾക്കറിയാവുന്ന ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിന്, ഒരു ബയോളജിക്ക് ഒരിക്കലും ഈ ഒരു പറക്കുന്തളിയുടെ അത് സർവൈവ് ചെയ്യാൻ കഴിയില്ല. ഇനി അഥവാ ഈ പറക്കുന്തളികൾ ഒരു ഡ്രോൺ പോലത്തെ സംഗതിയാണ് നിങ്ങൾ വിചാരിക്കുക, റിമോട്ട് കൺട്രോൾ പോലത്തെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിപ്പോ നമ്മൾക്കറിയാവുന്ന ഒരു മെറ്റൽസ് ഒക്കെ ഇല്ലേ, അതായത് ടങ്സ്റ്റൺ, അലുമിനിയം, അങ്ങനെ ഒരുപാട് മെറ്റലുകളില്ലേ, ആ ഒരു സംഗതി ഉപയോഗിച്ചിട്ടാണ് ഈ പറക്കുന്തളി ഉണ്ടാക്കിയിരിക്കുന്നെങ്കിൽ ആ പറക്കുന്തളികൾക്ക് ഒരിക്കലും ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം ഈ പറക്കുന്തളിയെ പറക്കുന്ന രീതിയൊക്കെ അങ്ങനെയാണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം ഈ മെറ്റലുകളെല്ലാം ചളങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, ഈ പഠനത്തിലുള്ള ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇതോടൊപ്പം തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഒറ്റ ഫയലിൽ മാത്രമുണ്ട്. അപ്പോൾ അതെല്ലാം നിരത്തി പിടിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഈ വീഡിയോ ചിലപ്പോൾ 1 മണിക്കൂറിന് മുകളിൽ പോയിന്നും വരും. അപ്പോ ഇതാണ് ഈ ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ശരിയാണ്, ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു തിയറി ആയിട്ട് തോന്നാം, ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ട് തോന്നാം, എന്ത് വേണമെങ്കിലും തോന്നാം. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കാം, ഇത് വിട്ടിരിക്കുന്നത്, ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ഗവൺമെന്റ് ആണ്. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഈ വീഡിയോ കേൾക്കുന്ന ഒരു സമയം മുഴുവനും തലയിൽ ഇങ്ങനെ വെക്കണം. ഈ PDF ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഏത് പാദയാത്രയ്ക്ക് വേണമെങ്കിലും കയറി നോക്കാന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ശരിക്കും ഒരു അന്യഗ്രഹ ജീവിയാണോ, അതോ ഇത് നമ്മുടെ ഒരു ടെക്നോളജി ആണോ, അതോ ഇത് വേറെ എന്തെങ്കിലും ഒരു ഈ പല ഡയമെൻഷനിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക് ആയിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.